മിക്ക മൈഗ്രെയിൻ പേഷ്യൻസിന്റെ കയ്യിലും പെയിൻ റിലീവിംഗ് ഓയിൽ, ബാം, ലോഷൻ എന്നിവ കാണാം. വേദന വരുമ്പോൾ ഇത് ഉപയോഗിക്കും. എന്നാൽ ഇതുകൊണ്ട് മൈഗ്രെയിൻ മാറുന്നുണ്ടോ? അതായത് ബ്രെയിനിലും ശരീരത്തിലും ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുടെ റെസ്പോൺസ് ആയിട്ടാണ് മൈഗ്രെയിൻ ഉണ്ടാവുക. തലയ്ക്ക് പുറമെ ഇങ്ങനെയുള്ള ബാമോ ഓയിലോ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഭാഗത്തെ സ്കിന്നിലെ ക്യൂട്ടാനിയസ് ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്ത് സർക്കുലേഷൻ കൂടും. സോ ആ ഭാഗത്ത് ഒരു ചൂടും പുകച്ചിലും നീറ്റലും ഒക്കെ ഉണ്ടാവും. പെയിൻ കുറച്ചു നേരത്തേക്ക് ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ ഈ സെൻസേഷൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തലവേദന അധികം ശ്രദ്ധിക്കില്ല. എന്നാൽ ഇതിന്റെ എഫക്റ്റ് കുറയുമ്പോൾ പിന്നെയും പെയിൻ ഉണ്ടാവും. അതായത് മൈഗ്രെയിനിൽ വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കൻസ് അമിതമായി ഉപയോഗിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇവർക്ക് പെയിനിന്റെ നേച്ചർ, മറ്റ് സിംറ്റംസ് ഇതൊന്നും കറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ തലവേദന ഡയഗ്നോസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ട്രീറ്റ്മെന്റിനെ എഫക്ട് ചെയ്യാം. മാത്രമല്ല ഇത്തരം മെഡിസിൻസ് ഓവർ യൂസ് ചെയ്യുന്നവർക്ക് സ്കിൻ ഇറിറ്റേഷൻ, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, അലർജിക് റിയാക്ഷൻസ്, റെഡ്നെസ്, ഇച്ചിങ്, സ്വെല്ലിംഗ്, ഡാർക്ക് പിഗ്മെന്റേഷൻ എന്നിവ വരാനും ചാൻസ് ഉണ്ട്. റിക്കറന്റ് ആയി വരുന്ന തലവേദനയ്ക്ക് ഇത്തരം ബാമോ ലോഷനോ മാത്രം ഡിപ്പെൻഡ് ചെയ്തത് കൊണ്ടായില്ല. ശരിയായ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ആവശ്യം. തലവേദനയ്ക്കായി ഇത്തരം പെയിൻ റിലീവിംഗ് ഓയിൻമെന്റും ബാമും എപ്പോഴും കയ്യിൽ വെക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ.